നടൻ ബിജു മേനോനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. കരാർ പ്രകാരമുള്ള പ്രമോഷൻ നടൻ വരാത്തതിനാൽ നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നത്. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രമോഷന് ചെല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാതാവിന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്, ഞങ്ങളുടെ മെമ്പറാണ്, 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്ന് കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. 25 ലക്ഷം രൂപ ചെറിയ തുകയാണോ അത്? അതേ നടൻ ഇപ്പോ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയില് അദ്ദേഹം പ്രമോഷന് പോയിട്ടില്ലല്ലോ. ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത്, എനിക്ക് പേര് പറയാനൊന്നും ഒരു മടിയുള്ള ആളല്ല. ബിജു മേനോനെതിരായ പരാമർശം ശരിവെച്ച് സംവിധായകൻ അനൂപ് കണ്ണൻ രംഗത്തെത്തി. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പങ്കെടുക്കണമെന്ന് എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബിജു മേനോൻ ആകെ 2.5 മണിക്കൂർ മാത്രമാണ് പങ്കെടുത്തതെന്നും നിയമ നടപടിയിലേക്ക് പോകുമെന്നും സംവിധായകൻ 24നോട് പറഞ്ഞു. ശ്രീ ബിജു മേനോൻ ഇതിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ഉഴപ്പാണ്. സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവര് പ്രൊമോഷന് പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എത്രമാത്രം ലോസ് ആയിരിക്കും ഉണ്ടാകുക ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിട്ട്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആകെ 2.5 മണിക്കൂറാണ് അദ്ദേഹം പ്രൊമോഷന് വേണ്ടി പങ്കെടുത്തത്. കൊച്ചിയിൽ നിന്ന് ആൻ മരിയസ് തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ നടൻ ബിജു മേനോനെതിരെ ഉയർത്തിയിരിക്കുന്നത്. സിനിമാ സംഘടനയും ഒപ്പം സംവിധായകനും. ഇങ്ങനൊരു ആരോപണം ഉയരാനുള്ള സാഹചര്യം എന്താണ്? ഇതിൽ നടന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രമുഖ നടനായിട്ടുള്ള നടൻ ബിജു മേനോനെതിരെ ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സേവന വേതന കരാർ ഒപ്പിടലുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ അതിനോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ പരാമർശം ഉന്നയിക്കുന്നത്. അതിങ്ങനെയായിരുന്നു: മലയാള സിനിമയിലെ ചില നടീനടന്മാർ ഈ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് നടത്താറില്ല. ഇതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു നഷ്ടം, അത് 25 ലക്ഷം രൂപയുടെ നഷ്ടം ഒരു സിനിമാ നിർമ്മാതാവും അതോടൊപ്പം തന്നെ സംവിധായകനുമായിട്ടുള്ള ഒരാൾക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതേ നടൻ തന്നെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. ആ പേര് പറയുന്നത് തനിക്ക് ബുദ്ധിമുട്ടില്ല, അത് ബിജു മേനോനാണ്. ഇങ്ങനെയായിരുന്നു ബി ഉണ്ണികൃഷ്ണന്റെ ആരോപണം മുന്നോട്ട് വരുന്നത്. ഇതിലിപ്പോൾ ഈ ആരോപണം ശരിവെച്ചുകൊണ്ട് അതിന്റെ സംവിധായകനായിട്ടുള്ള അനൂപ് കണ്ണനും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അനൂപ് കണ്ണന്റെ സിനിമയിലായിരുന്നു ആദ്യം ബിജു മേനോൻ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അത് ഈ സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ഈ നടന്മാരെ സമീപിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഒരു എഗ്രിമെന്റ് ഇവർ ഒപ്പിടും. ഈ എഗ്രിമെന്റിൽ തന്നെ ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ എഗ്രിമെന്റിൽ ഉണ്ടായിരിക്കും. അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ എഗ്രിമെന്റ് പ്രകാരം അതിൽ ഒപ്പിട്ടതിന് ശേഷം പോലും ബിജു മേനോൻ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിലും പങ്കെടുത്തില്ല. ആകെ പങ്കെടുത്തിരിക്കുന്നത് 2.5 മണിക്കൂർ മാത്രമാണ് എന്നാണ് അനൂപ് കണ്ണൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടൻ ബിജു മേനോനെ തന്നെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഞാൻ എത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹം എത്താറില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫെഫ്കയ്ക്ക് ഒരു വർഷം മുൻപ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുമുള്ള നടപടിയും ഈ അടുത്ത കാലം വരെയും ഉണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും ഈ ബിജു മേനോനെതിരെയുള്ള ആരോപണങ്ങൾ രംഗത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് അനൂപ് കണ്ണൻ കടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി തന്നെ ഈ ആരോപണം അത് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് പറയുന്നത്. പക്ഷേ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ നടൻ ബിജു മേനോൻ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇതിൽ അനിവാര്യമാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നടനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതില്ല. ശരി, ആൻ മരിയസ് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.